സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ വിലമതിക്കാനാവാത്ത 3 അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ പല സന്ദർഭങ്ങളിലും ആ അനുഗ്രഹത്തെ തിരിച്ചറിയാനും അത് നൽകിയ അല്ലാഹുവിങ്കലേക്ക് ശുക്ർ പ്രകടിപ്പിക്കാനും പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു അധ്യാപകനും ഒരു വിദ്യാർത്ഥിയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സംസാരത്തിനിടക്ക് സ്റ്റുഡൻറ് ടീച്ചറിനോട് ചോദിച്ചു, അല്ലയോ സാർ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ, ഇനി മുന്നോട്ടുള്ള ജീവിതം ഒന്ന് വിലയിരുത്തപ്പെടാൻ ഞാൻ എന്താണ് ചെയ്തു തീർക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വിദ്യാർത്ഥി അധ്യാപകനോട് ചോദിച്ചു. അപ്പോൾ അധ്യാപകൻ ആ വിദ്യാർത്ഥിയോട് അതിന് മറുപടിയായി 3 സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനാണ്, സന്ദർശിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ആ വിദ്യാർത്ഥി അധ്യാപകൻ പറഞ്ഞു കൊടുത്ത ആ 3 സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ വേണ്ടി യാത്ര പോവുകയാണ്. അങ്ങനെ 1ാമത്തെ സ്ഥലമായ അധ്യാപകൻ പറഞ്ഞ ഹോസ്പിറ്റലിൻ്റെ അടുത്തെത്തി. അങ്ങനെ ആ വിദ്യാർത്ഥി ഹോസ്പിറ്റലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള രോഗികളുമായി സൗഹൃദങ്ങളും സന്ദർശനങ്ങളും നടത്തി തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ആ വിദ്യാർത്ഥി തൻ്റെ മനസ്സിനോട് തന്നെ പറയുന്ന രംഗമുണ്ട്, നത്തിങ് ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഹെൽത്ത് എന്നാണ്. ഈ ലോകത്ത് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നൽകിയ ഏറ്റവും അമൂല്യമായ നിധി എന്ന് പറയുന്നത് അവനവന്റെ ആരോഗ്യമാണ്, ഹെൽത്ത് തന്നെയാണ്. അതിനുശേഷം അധ്യാപകൻ പഠിപ്പിച്ചു കൊടുത്ത 2ാമത്തെ സ്ഥലത്തേക്ക് ആ വിദ്യാർത്ഥി പ്രവേശിക്കുകയാണ്. അത് ജയിലിലേക്കാണ് പോകുന്നത്. ആ ജയിലിലേക്ക് പ്രവേശിച്ച് അവിടെയുള്ള ആളുകളുടെ ജീവിതത്തെക്കുറിച്ച്, സ്വഭാവങ്ങളെക്കുറിച്ച്, മറ്റു രീതികളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയപ്പോൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെ, ദുരിതങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ആ വിദ്യാർത്ഥി തൻ്റെ നഫ്സിനോട് പറയാണ്, ആക്ച്വലി ഫ്രീഡം ഈസ് ദി മോസ്റ്റ് പ്രിഷ്യസ് തിങ് എന്നാണ്. തീർച്ചയായും ഒരു മനുഷ്യന്റെ ദുന്യവിയായ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമാണ് ഒരു മനുഷ്യന് വിലമതിക്കാനാവാത്ത അമൂല്യമായ നിധിയായി കണക്കാക്കപ്പെടുന്നത് എന്ന് സ്വയം വിലയിരുത്തപ്പെടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വീർപ്പുമുട്ടിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർ താമസിക്കുന്ന ജയിലിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ആ വിദ്യാർത്ഥി പുറത്തേക്കിറങ്ങുകയാണ്. അധ്യാപകൻ പഠിപ്പിച്ചു കൊടുത്ത 3ാമത്തെ സ്ഥലത്തേക്ക് ആ വിദ്യാർത്ഥി പ്രവേശിക്കുന്നു. അതെന്താണ്? മനുഷ്യരായ മുഴുവൻ ആളുകളെയും ഞാൻ എന്ന് പറഞ്ഞ് ഈ ദുനിയാവിൽ ഞാൻ എന്തൊക്കെയോ ആണെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ച് അവസാനം ഒന്നുമില്ലാതെയായി തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും തീരുമാനങ്ങളെയും പ്രതീക്ഷകളെയും എല്ലാം കുഴിച്ചു മൂടപ്പെട്ട് അവനെ മറമാടിയിട്ടുള്ള ഖബർസ്ഥാനിലേക്കാണ് ആ വിദ്യാർത്ഥി 3ാമതായി പ്രവേശിക്കുന്നത്. അങ്ങനെ 3ാമതായി പ്രവേശിക്കപ്പെട്ട ഖബർസ്ഥാൻ കണ്ടപ്പോൾ ആ വിദ്യാർത്ഥി തൻ്റെ നഫ്സിനെ ബോധ്യപ്പെടുത്തുകയാണ്, ദാറ്റ് ലൈഫ് ഈസ് വർത്ത് നത്തിങ്. എൻ്റെ ജീവിതം ഈ ലോകത്ത് ഒന്നുമല്ല എന്ന യാഥാർത്ഥ്യമാണ് ആ വിദ്യാർത്ഥി തിരിച്ചറിയുന്നത്. എന്നിട്ട് അവൻ പറയുന്നത്, ദി ഗ്രൗണ്ട് വി വാക്ക് ഓൺ ടുഡേ വിൽ ബി അവർ റൂഫ് ടുമോറോ. നമ്മൾ ഇപ്പോൾ ചവിട്ടി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം നാളെ നമ്മുടെ റൂഫ് ടോപ്പാണെന്ന യാഥാർത്ഥ്യവും സത്യവും മനുഷ്യർ തിരിച്ചറിയുന്നില്ല എന്നാണ്. എന്നിട്ട് അവൻ പറയുന്നത്, ലിവ് ലൈഫ് ടു ദി ഫുള്ളസ്റ്റ്. ഇന്നത്തെ നമ്മുടെ ജീവിതം പൂർണ്ണമായി നന്മകളോടെ ജീവിക്കാൻ പരിശ്രമിക്കണേ മനുഷ്യരെ എന്നാണ് ആ വിദ്യാർത്ഥി പറയുന്നത്. എന്നിട്ട് അവനോട് പറയുന്നത്, യു നെവർ നൗ വാട്ട് ടുമോറോ ഹോൾഡ്സ്. നാളെ നിന്റെ ജീവിതവും നിന്റെ കർമ്മങ്ങളും നിന്റെ ചിന്തകളും എന്തൊക്കെയായിരിക്കുമെന്ന് നിനക്കൊരിക്കലും മനസ്സിലാക്കാനോ
ചിന്തിക്കാനോ കഴിയുകയില്ല എന്നാണ്. സത്യമല്ലേ സഹോദരങ്ങളെ? ഒന്ന് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വാല്യൂ, അതിൻ്റെ മൂല്യം എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടുത്തുന്നത്. അള്ളാഹു നൽകിയ 3 അനുഗ്രഹങ്ങൾ: ഒന്ന് ആഫിയത്താണ്, ആരോഗ്യമാണ്; 2 സ്വാതന്ത്ര്യമാണ്; 3 ആയുസ്സാണ്. ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് ആ അധ്യാപകൻ കാഴ്ചകളിലൂടെ, യാഥാർത്ഥ്യങ്ങളിലൂടെ തൻ്റെ വിദ്യാർത്ഥിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. സഹോദരങ്ങളെ, അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ പല രൂപത്തിൽ കടന്നു വരും. അള്ളാഹു നൽകുമെന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടല്ലേ മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് ഇപ്രകാരം പറഞ്ഞത്: അദ്ദുന്യാ, ദുനിയാവ് എന്ന് പറയുന്നത് സലാസത്തു അയ്യാമിൻ, 3 ദിവസങ്ങൾ കൂടിച്ചേർന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു: അമ്മാ അംസി ഫഖദ് ദഹബ ബിമാ ഫീഹി, ഇന്നലെ അതിലുള്ളതുമായി പോയി കഴിഞ്ഞു. ഒന്ന് ഇന്നലെയാണ്. ഇന്നലെ നമ്മൾ എന്തൊക്കെ ചെയ്തോ, എന്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ, എന്തൊക്കെ അമൽ സ്വാലിഹാത്തുകൾ ജീവിതത്തിൽ നേടിയിട്ടുണ്ടോ, ആ കർമ്മങ്ങളുമായി ഇന്നലെ നമ്മിൽ നിന്നും അകന്നു പോയിട്ടുണ്ട്. വഅമ്മാ ഗദൻ ഫലഅല്ലക അല്ലാ തുദ്രികഹു, എന്നാൽ നാളെ എന്ന് പറയുന്നത് അതിൽ നീ എന്തു പ്രവർത്തിക്കുമെന്നോ എന്ത് ചിന്തിക്കുമെന്നോ നിനക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. ഫലിൽ യൗം, എന്നാൽ ഇന്ന് എന്ന് പറയുന്നത് ലക, അത് നിനക്ക് സമ്മാനിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഫഅമൽ ഫീഹി, ഇന്നത്തെ ദിവസം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന, നിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയുന്ന, നിന്റെ മീസാനിൽ കനം തൂങ്ങാൻ കഴിയുന്ന അമൽ സ്വാലിഹാത്തുകൾ നീ നിന്റെ ജീവിതത്തിൽ ധാരാളമായി സമ്പാദിക്കുകയും ചെയ്യുക എന്നാണ്. സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ ജീവിതത്തെ നാം വിലയിരുത്തിയിട്ടുണ്ടോ? ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു? അള്ളാഹു എൻ്റെ ജീവിതത്തിൽ നൽകിയ അമൂല്യമായ ആഫിയത്തിനെ, അമൂല്യമായ സ്വാതന്ത്ര്യത്തെ, അമൂല്യമായ ആയുസ്സിനെ ഞാൻ എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത് എന്നതിനെ കുറിച്ച് പ്രിയപ്പെട്ട വിശ്വാസികളെ, ഞാൻ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസികളുടെ മുമ്പിൽ ഇതാ അനുഗ്രഹീതമായ, സന്തോഷകരമായ, ആശ്വാസം നൽകുന്ന അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഒരു റഹ്മത്ത് വിശ്വാസികളുടെ മുമ്പിലേക്ക് കടന്നു വരാനിരിക്കുകയാണ്. മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയ രംഗം നമുക്ക് കാണാൻ സാധിക്കും. ആതാകും റമളാൻ ഷഹ്റുൻ മുബാറകുൻ, ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് പരിശുദ്ധ റമളാൻ കടന്നു വരുന്നു. ആ റമളാനിന്റെ പ്രത്യേകത എന്താ? ഷഹ്റുൻ മുബാറകുൻ, ആ റമളാൻ അള്ളാഹുവിന്റെ അനുഗ്രഹവുമായിട്ടാണ് കടന്നു വരുന്നത്. ബർക്കത്തുകളുമായി, റഹ്മത്തുകളുമായി, നിഅമത്തുകളുമായിട്ടാണ് മനുഷ്യരെ ആ റമളാനാകുന്ന പുണ്യാർദ്രമായ സുദിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധ റമളാനിൽ എനിക്കും നിങ്ങൾക്കും എന്തൊക്കെ അമലുകൾ പ്രവർത്തിക്കാൻ സാധിക്കും? ഇനി കടന്നു വരാനുള്ള ഈ സന്ദർഭത്തെ, ആയുസ്സിനെ, ആരോഗ്യത്തെ, സ്വാതന്ത്ര്യത്തെ നന്മകൾക്ക് വേണ്ടി നീക്കിവെക്കാൻ വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതിനെന്ത് വേണം? ചില പ്രത്യേകമായ തയ്യാറെടുപ്പുകൾ വേണം. മുമ്പൊന്നുമില്ലാത്ത ചില ഒരുക്കങ്ങൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകണം. റമളാൻ വരുന്നുണ്ട് എന്ന് കേട്ടപ്പോ, ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ നനച്ചുകുളി എന്ന് പറയും. വീടൊക്കെ മുഴുവനായും അടിച്ചു വൃത്തിയാക്കി കഴുകി ലെവലാക്കി വെക്കും. അങ്ങനെ എല്ലാ ഭാഗത്തും ഉണ്ട്. പള്ളികളൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് കാർപ്പറ്റുകളൊക്കെ മാറ്റി ഒക്കെ ചെയ്യാറുണ്ട്. പഴയ ഡ്രസ്സൊക്കെ എടുത്ത് ഒഴിവാക്കി ആവശ്യമുള്ളവർക്ക് കൊടുത്ത് അങ്ങനെ എല്ലാ നിലക്കും ക്ലീനാക്കി വെക്കാറുണ്ട്. വീട് ക്ലീനായി, പള്ളി വൃത്തിയായി, നമ്മുടെ വാഹനങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ വൃത്തിയാക്കേണ്ട, ക്ലീൻ ചെയ്യേണ്ട ഒന്നുണ്ട്. അതെന്താ? നമ്മുടെ മനസ്സ്. ഈ പരിശുദ്ധ റമളാനെ സ്വീകരിക്കാൻ, ആ റമളാനിൽ ഒന്നൊഴിയാത്ത നന്മകൾ ജീവിതത്തിനോട്, കർമ്മങ്ങളോട് കൂട്ടിച്ചേർക്കാൻ എനിക്ക് സാധിക്കുമോ എന്നൊരു തയ്യാറെടുപ്പ് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിക്കുന്നത്, പരിശുദ്ധ റമളാനിന്റെ ഓരോ രാത്രികളിലും ആകാശത്തിന്റെ മലക്കുകൾ മനുഷ്യരോട് ഇപ്രകാരം വിളിച്ചു പറയുന്നതാണ്: യാ ബാഇയൽ ഖൈരി ഹലുമ്മ വയാ ബാഇയ ശർരി അഖ്സിർ. അല്ലയോ നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യരെ, നിങ്ങൾ കൂടുതൽ കൂടുതൽ മുന്നിലേക്ക് കടന്നു വരിക.
അല്ലയോ തിന്മകൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന, ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ, നിങ്ങൾ ആ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുകയും തിന്മകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുകയും കുറച്ചു കളയുകയും ചെയ്യുക എന്ന് വിളിച്ചു പറയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ പരിശുദ്ധ റമളാനിനെ മനസ്സുകൊണ്ട് നല്ല നിയ്യത്തോടുകൂടി സ്വീകരിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതിനെന്തു വേണം? നമ്മുടെ ജീവിതത്തിൽ ആ റമളാനിന് മുമ്പ് എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അബദ്ധങ്ങൾ, പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടോ, അതിൽ നിന്നെല്ലാം ഒരു മോചനം നമ്മുടെ പ്രാർത്ഥനകളിലൂടെ, കർമ്മങ്ങളിലൂടെ അള്ളാഹുവിങ്കിലേക്ക് തേടാൻ വിശ്വാസികൾ എന്ന നിലയ്ക്ക് എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. നമ്മളൊരിക്കലും റമളാൻ ആകട്ടെ എന്നിട്ട് നന്നാകാം എന്ന് ചിന്തിക്കരുത് സഹോദരങ്ങളെ. ഒരു വിശ്വാസി അങ്ങനെയല്ല. റമളാൻ ആണെങ്കിലും അല്ലെങ്കിലും അവന്റെ ജീവിതം എപ്പോഴും നന്മകളിലൂടെയായിരിക്കും മുന്നോട്ട് പോവുക. എന്നാൽ റമളാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ മനസ്സുകൊണ്ട് പ്രത്യേകമായ ഒരു തയ്യാറെടുപ്പ് ആ വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബ ലഹു. അല്ലയോ വിശ്വാസികളെ, പാപങ്ങളിൽ നിന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിലുള്ള മലീമസമായ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണേ, പശ്ചാത്തപിച്ച് മടങ്ങണേ. അങ്ങനെ ആരെങ്കിലും പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അവൻ തന്റെ ജീവിതത്തിൽ പാപങ്ങളൊന്നുമില്ലാത്ത കറകളഞ്ഞ മനസ്സിന്റെ ഉടമയായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതാണ് എന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങണം. ആ റമളാൻ വരുന്നതിന് മുമ്പ് തന്നെ തൗബയും ഇസ്തിഗ്ഫാറുകളും ജീവിതത്തിൽ നന്നായി വർദ്ധിപ്പിക്കാൻ നമ്മൾ തയ്യാറെടുപ്പ് നടത്തണം. എന്തുകൊണ്ടാ? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല യുഹിബ്ബുത് തവ്വാബീൻ, തൗബ ചെയ്യുന്നവരെ അള്ളാഹു അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ. അങ്ങനെ ആ പരിശുദ്ധ റമളാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ തൗബകൾ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയും നഷ്ടവുമാണ് ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരാനുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഇദൽ മിമ്പർ, പ്രവാചകൻ ഇങ്ങനെ മിമ്പറിലേക്ക് കയറുകയാണ്. ആ മിമ്പറിലേക്ക് കയറിയപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ ആ മിമ്പറിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നപ്പോ സ്വഹാബാക്രാമുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഇന്നക ഹീന സ്വഇദതൽ മിമ്പർ, അള്ളാഹുവിന്റെ പ്രവാചകരെ, താങ്കൾ എന്തിനാണ് മിമ്പറിലേക്ക് കയറിയപ്പോൾ ആമീൻ എന്ന് പറഞ്ഞത് എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇന്ന ജിബ്രീല ആതാനി, ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കലേക്ക് വരികയുണ്ടായി. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, മൻ അദ്റക ഷഹ്റ റമളാൻ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധ റമളാൻ കടന്നു വന്നിട്ട് വലം യുഗ്ഫർ ലഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു കൊടുക്കുന്നില്ല എങ്കിൽ, അവന്റെ പാപമോചനം അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഫദഖലന്നാർ, അവൻ നരകത്തിന്റെ അഗാധങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുക തന്നെ ചെയ്യും. മാത്രമല്ല അള്ളാഹുവിൽ നിന്നും വിദൂരതയിലേക്ക് അവനെ അകറ്റപ്പെടുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത്, റഗിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമളാൻ തുമ്മ അൻസലഖ ഖബല അൻ യുഗ്ഫറ ലഹു, ആരെങ്കിലും പരിശുദ്ധ റമളാൻ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അതിന്റെ പേരിൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ പരിശുദ്ധ റമളാൻ അവൽ നിന്ന് നീങ്ങിപ്പോവുകയും ചെയ്യുകയാണെങ്കിൽ അവൻ നശിച്ചു പോകട്ടെ, അവൻ തുലഞ്ഞു പോകട്ടെ. അതുകൊണ്ട് പരിശുദ്ധ റമളാൻ വരുന്നേ ഉള്ളൂ. ഒന്ന് മൂർച്ച കൂട്ടി വെക്കണം, അല്ലേ? പെൻസിൽ കൊണ്ട് നന്നായി എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? ഷാർപ്പർ കൊണ്ട് നന്നായി മൂർച്ച കൂട്ടി ലെവലാക്കി വെക്കണം. അതുപോലെ വിശ്വാസി എന്ത് ചെയ്യണം? തന്റെ മനസ്സിനെയും തന്റെ കർമ്മങ്ങളെയും ചിന്തകളെയും ഒക്കെ ഒന്ന് റെഡിപ്പെടുത്തി വെക്കണം. എങ്കിലേ ആ പരിശുദ്ധ റമളാനിനെ പൂർണ്ണ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ആ റമളാനിനെ സ്വീകരിക്കാൻ നമ്മൾ എല്ലാ നിലക്കും ഒരുങ്ങിയിട്ടുണ്ട്, തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ തയ്യാറെടുപ്പുകൾ നടത്തി നാം കാത്തിരിക്കുന്ന പരിശുദ്ധ റമളാനിന്റെ പുണ്യാർദ്രമായിട്ടുള്ള പ്രതിഫലം
ഒരാളുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ആ റമളാൻ കൊണ്ട് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പ്രയോജനവും ലഭിക്കുകയില്ല. അതിനെന്ത് വേണം? ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട വിഷയം, ഏതെങ്കിലും നിലക്ക് നമ്മുടെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാരണങ്ങൾ കൊണ്ടോ മുറിഞ്ഞുപോയ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ, കുടുംബ ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, മറ്റേത് ബന്ധങ്ങളാണെങ്കിലും അങ്ങനത്തെ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ഈ റമളാനിന് മുമ്പ് അതൊക്കെ ഒന്ന് ശരിയാക്കണം. ക്ഷമ ചോദിക്കേണ്ടതാണെങ്കിൽ ക്ഷമ ചോദിക്കണം, വിട്ടുവീഴ്ച കാണിക്കേണ്ടതാണെങ്കിൽ വിട്ടുവീഴ്ച കാണിക്കണം, പുറത്തു കൊടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ പുറത്തു കൊടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ബന്ധങ്ങളെ എല്ലാത്തിനെയും ഒന്ന് വിളക്കിച്ചേർത്ത് നന്മയോടുകൂടി ആ പരിശുദ്ധ റമളാനിലേക്ക് കടക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ വസലകി വസൽതുഹു വമൻ ഖതഅകി ഖതഅതുഹു. ആരാണോ കുടുംബബന്ധത്തെ ചേർക്കുന്നത്, ആ കുടുംബബന്ധത്തെ ചേർക്കുന്നവനുമായി അല്ലാഹു അവനെ ചേർത്ത് നിർത്തും. ആരാണോ കുടുംബബന്ധത്തെ മുറിച്ചു കളയുന്നത്, അല്ലാഹുമായിട്ടുള്ള ബന്ധം അല്ലാഹു അവനെയും മുറിച്ചു കളയുമെന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ പെരുമാറ്റങ്ങൾ കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ നമ്മിൽ നിന്നും അകന്നുപോയിട്ടുണ്ടോ? സംസാരിക്കാതിരിക്കുന്നുണ്ടോ? സലാം പറഞ്ഞാൽ മടക്കാത്തൊരവസ്ഥയുണ്ട് പ്രിയപ്പെട്ടവരെ? എങ്കിൽ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ അതിനുള്ള അവസരമുള്ളൂ. ആ പരിശുദ്ധ റമളാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് വിളക്കിച്ചേർത്ത് ശരിപ്പെടുത്തി ആ ബന്ധങ്ങൾക്ക് നല്ലൊരു ഊഷ്മള പകരാൻ വിശ്വാസികൾ എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കാതെയാണ് റമളാനെ വരവേൽക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹ്മിൻ, കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്നാണ്. റമളാനിൽ കോടിക്കണക്കിന് സ്വതക്ക കൊടുത്തിട്ട് കാര്യമില്ല. പരിശുദ്ധ റമളാനിൽ സുബഹിയുടെ മുമ്പ് മുതൽ മഗ്‌രിബിന്റെ സമയം വരെ വിശപ്പ് സഹിച്ച്, ദാഹം സഹിച്ച്, വെയിലിന്റെ പ്രയാസം സഹിച്ച്, ബുദ്ധിമുട്ടുകൾ സഹിച്ച് നോമ്പെടുത്തത് കൊണ്ട് പ്രയോജനമില്ല പ്രിയപ്പെട്ടവരെ. നിസ്കരിച്ചത് കൊണ്ട് പ്രയോജനമില്ല. തറാവിഹ്, ഖിയാമുൽ ലൈൽ, സുദീർഘമായി ഖുർആനിന്റെ വചനങ്ങൾ പാരായണം ചെയ്ത് നിന്ന് നിസ്കരിച്ചിട്ട് കാര്യമില്ല. സ്വർഗത്തിൽ പോവില്ല. ആര്? കുടുംബ ബന്ധത്തെ മുറിച്ചവൻ. അതുകൊണ്ട് ആ പരിശുദ്ധ റമളാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ ബന്ധങ്ങളൊക്കെ ഒന്ന് നന്നാക്കണം സഹോദരങ്ങളെ. ഇപ്പോഴും പല ആളുകളും അവനവന്റെ വാപ്പാനോടും ഉമ്മാനോടും സലാം പറയാത്ത ആളുകളുണ്ട്. വാപ്പാനോടും ഉമ്മാനോടും തെറ്റി നടക്കുന്ന ആളുകളുണ്ട്. മുഖം തിരിച്ചു പോകുന്ന ആളുകളുണ്ട്. എന്തൊരു കഷ്ടാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് വാപ്പാന്റെ ഉമ്മാന്റെ അടുത്തൊക്കെ പോയി ഒന്ന് സലാം പറഞ്ഞ് അവരോട് എന്തെങ്കിലും നമ്മളെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരുത്തി അവരുമായിട്ട് നല്ല ഒരു ബന്ധത്തിലേക്ക് പോകാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഇല്ലെങ്കിൽ പ്രയാസമാണ് സഹോദരങ്ങളെ. ആ പരിശുദ്ധ റമളാൻ വരുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, നമ്മൾ മാത്രം ആ റമളാനെ സ്വീകരിക്കാൻ തയ്യാറായാൽ പോരാ, നന്മകൾ ചെയ്യാൻ ഒരുങ്ങിയാൽ പോരാ. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ സന്താനങ്ങളെ എല്ലാവരെയും കൂടി അതിലേക്ക് അതിന്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ചെറിയ കുട്ടികളാണെങ്കിൽ അവരോട് പറയാം, ഉച്ചവരെ പകുതി നോമ്പെടുക്ക്. അങ്ങനെ പകുതി നോമ്പെടുത്താൽ ഇന്ന ഗിഫ്റ്റ് തരാം, നല്ലതാണ്. അവർ പറയാൻ ഞാൻ ഫുള്ള് നോമ്പെടുക്കും. അപ്പൊ നമുക്ക് അവർ പ്രോത്സാഹനം കൊടുക്കണം. എങ്ങനെ? ഇൻഷാ അല്ലാഹ് മുഴുവൻ നോമ്പെടുക്കുകയാണെങ്കിൽ ഞാൻ ഇന്നൊരു ഗിഫ്റ്റ് തരാം, അത് വാങ്ങിക്കൊടുക്കണം. കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. കല്ലുകളെയും മനുഷ്യരെയും കത്തിക്കപ്പെടുന്ന കഠിനമായ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടാൽ മതി എന്നല്ല അല്ലാഹു പറഞ്ഞത്, മറിച്ച് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങളും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ രക്ഷപ്പെടുത്തണം. അതിനു വേണ്ട നന്മകൾ ചെയ്യണം. അതിനുവേണ്ട ഒരുക്കം ഈ പരിശുദ്ധ റമളാനിൽ വിശ്വാസികളായി നമ്മൾ ഓരോരുത്തരും നടത്തണം. കുടുംബത്തെ ചേർത്ത് വെക്കണം. ആ കുടുംബങ്ങളുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതൊപ്പം തന്നെ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, കുടുംബത്തെ ചേർത്ത് നിർത്തി കുടുംബത്തെ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തിട്ടില്ല എങ്കിൽ, പ്രിയപ്പെട്ട വിശ്വാസികളെ, ഞാനും നിങ്ങളും പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണല്ലേ. എങ്കിൽ ആ പരലോകത്ത് ഞാനും നിങ്ങളും ചെന്നെത്തുമ്പോൾ ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന പ്രയാസകരമായ ഒരു സന്ദർഭത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലി. ഏതൊരു മനുഷ്യന്റെ ഇടത്തെ കയ്യിലാണോ അല്ലാഹുവിന്റെ മലക്കുകൾ കിതാബുകൾ കൈമാറുന്നത്,
ആ ഒരു കൈമാറുന്ന സന്ദർഭത്തിൽ ഫയഖൂൽ, ആ മനുഷ്യൻ ഇപ്രകാരം പറയുന്നതാണ്, യാ ലൈതനീ ലം ഊത കിതാബിയാ, ഈ കിതാബ് എന്റെ കയ്യിലേക്ക് നൽകപ്പെടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവൻ പറയും. മാത്രമല്ല വലം അദിരീ മാ ഹിസാബിയാ, എന്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. യാ ലൈതഹാ കാനത്തിൽ ഖാളിയാ, ദുനിയാവിൽ വെച്ചുകൊണ്ടുള്ള എന്റെ മരണത്തോടുകൂടി എന്റെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും നശിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, അവസാനിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് മനുഷ്യരായ ഞാനും നിങ്ങളും പരലോകത്തുനിന്ന് പറയും സഹോദരങ്ങളെ. എന്നിട്ട് അല്ലാഹു പറയാ, മാ അഗ്നാ അന്നീ മാലിയാ, ദുനിയാവിൽ സമ്പാദിച്ച എന്തൊക്കെ സമ്പാദ്യങ്ങളുണ്ടോ, സാമ്പത്തികമായ സ്രോതസ്സുകളുണ്ടോ, അതെല്ലാം തന്നെ പരലോകത്ത് എനിക്ക് പ്രയോജനം ലഭിക്കുന്നില്ല. ഹലക അന്നീ സുൽത്താനിയ, ദുനിയാവിൽ എനിക്ക് ഒരുപാട് അധികാരങ്ങൾ ഉണ്ടായിരുന്നു, സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു, ആളുകൾ എന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് ആ സ്ഥാനമൊന്നും പരലോകത്ത് എനിക്ക് പ്രയോജനം ലഭിക്കുന്നില്ല, അതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ വിലപിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലക്കുകളോട് പറയാ, ഖുദൂഹു ഫഉല്ലൂഹു, നിങ്ങൾ അവനെ പിടിച്ചുകൊണ്ട് ബന്ധിപ്പിക്കുക. തുമ്മൽ ജഹീമ സല്ലൂ, പിന്നീട് അവനെ നിങ്ങൾ ജ്വലിക്കുന്ന നരകത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുക. തുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുഖൂ, പിന്നീട് നിങ്ങൾ 70 മുഴം നീളമുള്ള വലിയ ഭീമാകാരമായ ചെങ്ങലയിൽ, ചെയിനിൽ അവനെ നിങ്ങൾ പ്രവേശിപ്പിക്കുകയും ചെയ്യുക. ഈ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കണോ പ്രിയപ്പെട്ടവരെ? എങ്കിൽ നമ്മെ നോക്കിക്കൊണ്ട് അതിവേഗതയിൽ നമ്മിലേക്ക് കടന്നു വരുന്ന ആ പരിശുദ്ധ റമളാനിന് വേണ്ടി സ്വയം ഒരുങ്ങുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കുടുംബത്തെ ഒരുക്കുക. ആ കുടുംബത്തെ ഒരുക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും നമ്മിൽ നിന്നും അകന്നുപോയിട്ടുണ്ടെങ്കിൽ, മിണ്ടാതായിട്ടുണ്ടെങ്കിൽ, സലാം പറഞ്ഞാൽ മടക്കപ്പെടാത്ത അവസ്ഥയുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമുണ്ടാകണം, മസ്ലഹത്തുണ്ടാകണം, സലാം പറഞ്ഞ് നന്നാകണം, അവരോട് റഹ്മത്തോടുകൂടി പെരുമാറണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒന്ന് പൊടിതൊട്ടി നന്നായി വൃത്തിയാക്കി മനസ്സിനെ കഴുകി ലെവലാക്കാൻ ആ പരിശുദ്ധ റമളാനിന് മുമ്പ് വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ആ രൂപത്തിൽ നന്മയിൽ കുതിർന്ന നിയ്യത്തോടുകൂടി, നല്ല മനസ്സോടുകൂടി, മറ്റാളുകളെക്കുറിച്ച് മനസ്സിൽ വേണ്ടാത്ത ചിന്തകളോ പകയോ വിദ്വേഷമോ വെറുപ്പോ കോപമോ ഒന്നുമില്ലാത്ത ശുദ്ധമായ പ്രകൃതിയിലുള്ള മനസ്സോടുകൂടി പരിശുദ്ധ റമളാനിനെ വരവേൽക്കാൻ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിപൂർണമായ പരിശുദ്ധി കൈവരിച്ച മനസ്സിന്റെ ഉടമകളായി സ്വീകരിക്കാനും ആ റമളാനിൽ നന്മകൾ ഉദ്ദേശിച്ചുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കാനും എനിക്കും നിങ്ങൾക്കും സാധിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യത്തിന് മറുപടിയായിക്കൊണ്ട് ഇപ്രകാരം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലെ, സ്വർഗത്തിലേക്ക് എന്നെ പ്രവേശിക്കാൻ കാരണമാകുന്ന ഒരു ഖൈറിനെ കുറിച്ച്, ഒരു നന്മയെക്കുറിച്ച് എനിക്ക് അറിയിച്ചു തന്നാലും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അലൈക ബിസ്സൗം, നീ നോമ്പനുഷ്ഠിക്കുക എന്നാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫഇന്നഹു ലാ ഈദ ലഹു ഔ ഖാല ലാ മിസ്ല ലഹു, ആ നോമ്പിനെ പോലെ മറ്റൊരു കർമ്മവുമില്ല. ആ നോമ്പിനെ ഈമാനോടെ നന്മകൾ ഉദ്ദേശിച്ചുകൊണ്ടുള്ള നിയ്യത്തോടുകൂടി സ്വീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ആ നോമ്പിലൂടെ വിശ്വാസിയായ മനുഷ്യൻ ലഭിക്കുന്ന ബെനിഫിറ്റ് എന്താ സഹോദരങ്ങളെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ലഅല്ലകും തത്തഖൂൻ, ആ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ നിങ്ങൾ സൂക്ഷ്മത കൈവരിക്കാൻ സാധിക്കും, നിങ്ങൾക്ക് തഖ്വയുണ്ടാക്കാൻ സാധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ തഖ്വയോടുകൂടി ആ പരിശുദ്ധ റമളാനിൽ പ്രവേശിക്കുകയും നോമ്പുകൾ അനുഷ്ഠിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ ഇഹ്തിസാബത്തോടുകൂടി
അള്ളാഹുവിൽ നിന്നുമുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടി നോമ്പനുഷ്ഠിക്കുന്നത് അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാവിധ പാപങ്ങളെയും തെറ്റുകുറ്റങ്ങളെയും അള്ളാഹു അവന് പുറത്തു കൊടുക്കുമെന്നാണ്. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബ് അങ്ങനെ പഠിപ്പിക്കാൻ ഖാലല്ലാഹു അസ്സ വജല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പഠിപ്പിച്ചിട്ടുണ്ട്, കുല്ലു അമലിൻ ഇബ്നു ആദമ ലഹു, ആദം സന്തതികളുടെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടുന്ന എല്ലാ അമലുകളും അവനവന് തന്നെയാണ് നിർവഹിക്കുന്നത്. ഇല്ല സിയാം, എന്നാൽ നോമ്പൊഴികെ. കാരണം ഫഇന്നഹു ലീ, നോമ്പ് എനിക്കുള്ളതാണ്, അള്ളാഹുവിനുള്ളതാണ്. വ അന അജ്സീ ബി, ആ നോമ്പിന് പ്രതിഫലം നൽകുന്നത് ഞാനാണെന്നാണ്. ഇപ്പൊ നിസ്കാരത്തിന് ആരാ കൂലി തരുന്നത്? അള്ളാഹുവാണ്. സ്വതക്കക്ക് ആരാ കൂലി തരുന്നത്? അള്ളാഹു തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാ നോമ്പിന്റെ കാര്യം പറഞ്ഞപ്പോ ആ നോമ്പിന് പ്രത്യേകമായി എടുത്തു പറയാൻ കാരണം? നോമ്പ് അങ്ങനെയാണ്. നമുക്ക് നോമ്പ് ഉണ്ടോ ഇല്ലേന്ന് ആർക്കാ അറിയാം? അള്ളാഹിന് മാത്രം അറിയുള്ളൂ. നമ്മൾ സ്വതക്ക കൊടുത്തോ ഇല്ലേന്ന് ചിലപ്പോൾ നമ്മൾ വീട്ടുകാർക്ക് അറിയും, ഭാര്യക്കറിയും, മക്കൾക്കറിയും, കൂട്ടുകാർക്കറിയും. നമ്മൾ നിസ്കരിക്കുന്നത് നമ്മുടെ കൂടെ നിസ്കരിക്കുന്ന ആളുകൾക്കറിയും. പക്ഷേ നമ്മുടെ കൂടെ നടക്കുന്ന ആളുകൾക്ക് പോലും നമുക്ക് നോമ്പുണ്ടോ ഇല്ലേന്ന് അറിയില്ല. അതറിയുന്നവൻ ആരാ? അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വഅന അജ്സീ ബി. അങ്ങനെ ഓരോ ദിവസത്തെ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് ആ നോമ്പ് തുറക്കുന്ന സന്ദർഭത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ലില്ലാഹി ഇൻദ കുല്ലി ഫിത്റിൻ വതഖാഅ വലിദാലിക ഫീ കുല്ലി ലൈല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസത്തെ നോമ്പ് തുറക്കുന്നതിന്റെ കൂടെയും ആ ആളുകളെ നരകത്തിൽ നിന്ന് ധാരാളമായി മോചിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് റമളാനിന്റെ എല്ലാ ദിവസങ്ങളിലും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന 3 വിഭാഗം ആളുകളുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തട്ടിക്കളയില്ല എന്ന്, നിരസിക്കുകയില്ല, സ്വീകരിക്കാതിരിക്കുകയില്ല. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹുമുസ് സായിമു ഹത്താ യുഫ്തിർ. അതിൽ ഒന്നാമത്തെ വിഭാഗം ആരാണെന്നറിയോ? നോമ്പുകാരന്റെ പ്രാർത്ഥനയാണ്. നോമ്പ് തുറക്കുന്നത് വരെ നോമ്പുകാരൻ അള്ളാഹുവിനോട് എന്തൊന്ന് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട വിശ്വാസികളുടെ സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമളാനിൽ വിശ്വാസികളായി നമ്മൾ ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ ഒരു വിഷയമാണ് നാം നമ്മുടെ നാവിനെ അടക്കി നിർത്തുക എന്ന് പറയുന്നത്. നമ്മളൊക്കെ പലപ്പോഴും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നവരും പെരുമാറുന്നവരും ഒക്കെ തന്നെയാണ്. പക്ഷെ നോമ്പിൽ ഒരു പ്രത്യേകമായ ഒരു കഴിവ്, ഒരു ക്ഷമ നമ്മുടെ ജീവിതത്തിൽ വേണം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും നോമ്പുകാരനായി, ആ നോമ്പുകാരനായിരിക്കുന്ന സന്ദർഭത്തിൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി, നിങ്ങളെ ഉപദ്രവിച്ചു, നിങ്ങളോട് വഴക്കിന് വന്നു, എന്നാൽ അവരോട് നിങ്ങൾ പറയേണ്ടത് ഇന്നീ സ്വാഇമുൻ, ഞാൻ നോമ്പുകാരനാണെന്ന് പറയാം. നമ്മളെങ്ങനെ പറയാ? ആരെങ്കിലും നമ്മൾ നോമ്പെടുത്ത സന്ദർഭത്തിൽ ആരെങ്കിലും വന്ന് വഴക്കിടാൻ വന്നാൽ, തല്ലുവിടാൻ വന്നാൽ നമ്മൾ പറയും ഇന്നീ സ്വാഇമുൻ, നോമ്പ് തുറക്കട്ടെ എന്നിട്ട് ശരിയാക്കി തരാൻ. ഇന്നീ സ്വാഇമുൻ, നോമ്പ് തുറക്കട്ടെ എന്നിട്ട് ശരിയാക്കി തരാൻ. ഇപ്പൊ സ്വായിമാണ്, ഇഫ്താറിന്റെ കഴിഞ്ഞാൽ ഞാൻ സ്വായിമാവൂല, അതിനുശേഷം ഞാൻ ശരിയാക്കി തരാൻ. വിശ്വാസികളെ, അങ്ങനത്തെ ഒരു നിലപാട് പാടില്ല. നമ്മൾ നോമ്പുകാരനാകുമ്പോൾ ക്ഷമിക്കാൻ കഴിയുക, ആ നോമ്പ് തുറന്നു കഴിഞ്ഞാലും അതേപോലെ ക്ഷമിക്കാൻ വിശ്വാസികളായി എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. ആ രൂപത്തിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലയും പരിശുദ്ധപ്പെടുത്തി, പ്രത്യേകിച്ചും മനസ്സിനെ ക്ലീൻ ചെയ്ത് അതിനെ നന്നാക്കി, ആ മനസ്സിനുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളെയും മലീമസമായ കാര്യങ്ങളെയും അള്ളാഹു വെറുക്കുന്ന, അള്ളാഹുവിന്റെ കോപത്തിന് കാരണമായിട്ടുള്ള എല്ലാവിധ ഫിത്നകളിൽ നിന്നും ആ മനസ്സിനെ ശരിപ്പെടുത്തിക്കൊണ്ട് വരാനിരിക്കുന്ന പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാനെ വരവേൽക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുക. ആ റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ കർമ്മങ്ങൾ കൊണ്ട് ദൃഢപ്പെടുകയും ചെയ്യുക. അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന അമലുസ്വാലിഹാത്തുകൾ ജീവിതത്തിൽ ഉടനീളം പ്രവർത്തിച്ചുകൊണ്ട് റബ്ബിന്റെ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മുത്തഖീങ്ങളിൽ, മുവഹിദീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, നാടർകൂട്ട നരകത്തിലേക്കും മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്കും അനയിക്കപ്പെടുമ്പോൾ
സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ മുവഹിദീങ്ങളിൽ ഞങ്ങളേവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരുവാലിക്കുന്ന കഠോരമായ നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുമ്പ് ഈ ദുന്യവിയായ ജീവിതത്തിൽ നിന്നും നീ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വാത്സല്യനിധികളായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, പണ്ഡിതന്മാർ, ദാഇമാർ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം പരത്തണേ റബ്ബേ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ റബ്ബേ. അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗത്തിന് നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാവിധ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ റബ്ബേ. ഹലാലായ മാർഗത്തിൽ ആ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ പരിഹരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ അഫ്വൽ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا أرحم الراحمين.